നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സോളാർ പാനൽ സമർപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്ലാസ് 81ന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു. 5K റൺ സീസൺ 2 എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെയാണ് തളിക്കുളത്ത് കൂട്ടയോട്ടം സംഘടിപ്പിക്കുക. സർക്കാർ നയങ്ങൾ വ്യാപാരികൾക്ക് അനുകൂലമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് യോഗം ആവശ്യപ്പെട്ടു. പാലക്കലിലായിരുന്നു യൂത്ത് വിംഗ് യോഗം നടന്നത്. വാർത്തകൾ വിശദമായി. പാർലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സോളാർ പാനൽ സമർപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. 8 കിലോവാട്ട് ശക്തിയുള്ള സോളാർ പാനലാണ് പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിച്ചിരിക്കുന്നത്. 2 മാസം കൂടുന്തോറും 30,000 രൂപയോളമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതി ചെലവായി വന്നിരുന്നത്. ഈ വർഷം പഞ്ചായത്തിലെ 2 ഘടക സ്ഥാപനങ്ങളിലാണ് സോളാർ പാനൽ സ്ഥാപിക്കുന്നത്. ഇതുമൂലം സൗരോർജ്ജ രംഗത്ത് പാർലം ഗ്രാമപഞ്ചായത്ത് പുതിയ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ സോളാർ പാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ 4,30,000 രൂപ വെച്ചിട്ടാണ് ഇവിടെ ഘടകസ്ഥാപനമായിട്ടുള്ള ആശുപത്രിയിൽ സോളാർ സ്ഥാപിച്ചിരിക്കുന്നത്. 25,000 മുതൽ 30,000 വരെ 2 മാസത്തിനുള്ളിൽ നമുക്ക് കറണ്ട് ബില്ല് വരാറുണ്ട്. ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം മുൻപുണ്ടായിരുന്ന സന്തോഷ് സാറൊക്കെ പറയായിരുന്നു ഇത്രയും എമൗണ്ട് നമുക്ക് കറണ്ട് ബില്ല് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സോളാർ ഇവിടെ വയ്ക്കാൻ ഭരണസമിതി ആലോചിച്ചത്. 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളിപ്പോൾ ഈ ചെലവഴിച്ച് വെച്ചിട്ടുള്ള ഈ ഫണ്ട് സേവിങ് ആയിട്ട് നമുക്ക് തന്നെ പോരും. പഞ്ചായത്തിന് 2 മാസത്തിൽ കൂടി നല്ലൊരു എമൗണ്ട് കറണ്ട് ബില്ലടയ്ക്കുന്ന രീതിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത് സ്ഥാപിക്കാൻ സാധിച്ചത്. ഈ ഉദ്ഘാടന ഭാഗത്ത് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷയായി. 2 ഘടക സ്ഥാപനങ്ങളിലെ സോളാർ സ്ഥാപിച്ച് വൈദ്യുതിയുടെ ഊർജം സംരക്ഷിക്കാനും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഹോസ്പിറ്റലിലും പിന്നെ അമ്മാടം ഗവൺമെൻറ് സ്കൂളിലാണ് നമ്മൾ ആദ്യഘട്ടമായിട്ട് ഈ സോളാർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു കറണ്ട് ബില്ലാണ് മാസം തോറും നമ്മൾക്ക് 2 മാസം കൂടുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ ബില്ല് നമുക്ക് അടയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയൊരു സംഖ്യ തന്നെ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോജക്റ്റ് വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലായിട്ട് അത് ചെയ്തതിൽ വളരെ അത് നല്ലൊരു പ്രയോജനത്തിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, വാർഡംഗം PK ലിജീവ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR ബിജു എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്ലാസ് 81ന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു. 5K റൺ സീസൺ 2 എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെയാണ് തളിക്കുളത്ത് കൂട്ടയോട്ടം സംഘടിപ്പിക്കുക. 10,000 പേരെയാണ് ഇത്തവണ കൂട്ടയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക എന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 കിലോമീറ്റർ ദൂരമാണ് കൂട്ടയോട്ടം നടക്കുക. തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് സൂംബ ഡാൻസ് അരങ്ങേറും. തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR ഗിരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ കൂട്ടയോട്ടത്തിന് തുടക്കമാകും. പങ്കെടുക്കുന്നവരിൽ 1ാം സ്ഥാനം നേടുന്ന വ്യക്തിക്ക് 10,000 രൂപയും 2ാം സ്ഥാനം നേടുന്നയാൾക്ക് 3,000 രൂപയും 3ാം സ്ഥാനത്തിന് അർഹനാകുന്ന വ്യക്തിക്ക് 2,000 രൂപയും സമ്മാനമായി നൽകും. സമാപന യോഗത്തിൽ CC മുകുന്ദൻ MLA, ബോബി ചെമ്മണ്ണൂർ എന്നിവർ സംബന്ധിക്കും. പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ടീ-ഷർട്ട്, മെഡൽ, സർട്ടിഫിക്കറ്റ്, പ്രഭാത ഭക്ഷണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. രക്ഷാധികാരി EG പ്രദീപ്, ക്ലാസ് ലീഡർ TK ഇബ്രാഹിംകുട്ടി, PK അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി സജീവ് വെങ്ങാലി, പ്രോഗ്രാം കൺവീനർ NP ശ്യാം, PRO സലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ഒക്ടോബർ 5-ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇതിനു മുമ്പ് 2023 ഒരു ആദ്യത്തെ സീസൺ 1 നമ്മൾ ചെയ്തിരുന്നു. നല്ല വിജയമായിരുന്നു. അതിൽ നിന്നും നമുക്ക് കൂടുതൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2 വർഷത്തിന് ശേഷം ഈ വർഷവും നമ്മൾ ബൈക്ക് റൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1000-ഓളം പേര് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മാരത്തോണിൽ പ്രധാനപ്പെട്ട പല വ്യക്തിത്വങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ബോച്ച്, അതുപോലെ തന്നെ നമ്മുടെ കമ്മീഷണർ വരുന്നുണ്ട്, എക്സൈസ് കമ്മീഷണർ വരുന്നു. അതുപോലെ പല പ്രധാനപ്പെട്ട പ്രമുഖരും ഉണ്ടാവും. പിന്നെ സമ്മാനദാനത്തിന് MLA അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പലരും ചോദിക്കാം, നിങ്ങൾ ഒന്ന് ഓടിക്കൊണ്ട് എന്താണ് ഇവിടെ നേടാൻ പറ്റുക, മയക്കുമരുന്ന് അവസാനിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ, ഇത് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർക്കാർ നയങ്ങൾ വ്യാപാരികൾക്ക് അനുകൂലമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് യോഗം ആവശ്യപ്പെട്ടു. പാലക്കലിലായിരുന്നു യൂത്ത് വിംഗ് യോഗം നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ സുനിൽ സൂര്യ അധ്യക്ഷനായി. യൂത്ത് വിംഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ മുഖ്യാതിഥിയായി. നാട്ടിക നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷീല പ്രേംരാജ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി പാലക്കൽ യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റായി സിനി ജോഷി, സെക്രട്ടറിയായി രതി സുനിൽ, ട്രഷറർ സുജിത ബാബു, വൈസ് പ്രസിഡന്റ് ശ്രീര സലീഷ്, ജോയിന്റ് സെക്രട്ടറി ശ്യാമള കൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന യൂത്ത് വിംഗ് യോഗത്തിൽ AS സലീഷ് പ്രസിഡന്റായും EP ഷിജു സെക്രട്ടറിയായും KS അനീഷ് ട്രഷററായുള്ള കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് TS ശരത്, ജോയിന്റ് സെക്രട്ടറി PS വിഷ്ണു എന്നിവരും മറ്റ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കൽ യൂണിറ്റ് സെക്രട്ടറി ജോജി ജേക്കബ് ബെറ്റ്സ് എലിവത്തിങ്കൽ, KJ ടീസൺ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ സാഹചര്യം സർക്കാർ സംവിധാനങ്ങളിലൂടെ നടപ്പിലാക്കുമ്പോഴാണ് രാജ്യം സാമ്പത്തികമായി ഉന്നതിയിലാകുന്നതെന്ന് യോഗം വ്യക്തമാക്കി. കേരളത്തിലെ ധനവിക്രയത്തിന്റെ 80% കടന്നുപോകുന്നത് ചെറുകിട വ്യാപാരികളിലൂടെയാണ്. രാജ്യത്തിന്റെ തായ്വേര് ഗ്രാമങ്ങളും അവിടെയുള്ള കർഷകരും അവരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ചെറു വ്യാപാരികളുമാണ്. വ്യാപാരികളുടെ ആവശ്യങ്ങൾ സംഘടനയിലൂടെ കൂട്ടായി സർക്കാരിലേക്ക് എത്തിക്കുന്നു. ഇതിൽ ന്യായമായത് അനുവദിച്ച് അവരുടെ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ടത് തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും യൂത്ത് വിംഗ് യോഗം ഓർമ്മിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി വരുന്നതിനിടെ ഏങ്ങണ്ടിയൂരിൽ നിയന്ത്രണം വിട്ട് ആംബുലൻസ് ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു. ഏങ്ങണ്ടിയൂർ പോളയ്ക്കൽ തുഷാര ക്ലബിന് സമീപം ആറുകെട്ടി വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള സുഷമയാണ് മരിച്ചത്. മകൻ ദർശൻ, മരിച്ച സുഷമയുടെ സഹോദരി സത്യഭാമ എന്നിവർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കൈകാലുകൾ ഒടിഞ്ഞ നിലയിൽ സാരമായി പരിക്കേറ്റ സത്യഭാമയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് ഡ്രൈവർ ദർശന കൈക്ക് നിസ്സാര പരിക്കേറ്റു. ദർശനെ ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിലെത്തിച്ച പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഏഴാംകല്ല് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. ഏങ്ങണ്ടിയൂരിലെ സനാതന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ സുഷമയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഏങ്ങണ്ടിയൂരിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ആംബുലൻസ് സർവീസ് റോഡിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗം തകർന്നു. അപകടത്തിൽ സുഷമ തൽക്ഷണം മരിച്ചു. രോഗിയായ അനുജത്തിക്കൊപ്പം കൂട്ടിന് പോയിരുന്നതാണ് പരിക്കേറ്റ സത്യഭാമ. സുഷമയുടെ മൃതദേഹം ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രി മോർച്ചറിയിലെത്തിച്ചു. അഭിഷേകാണ് സുഷമയുടെ മറ്റൊരു മകൻ. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടക്കും. അഖില കേരള ബാലജന സഖ്യം തൃശൂർ യൂണിയൻ തല ഗാന്ധി ജയന്തി വാരാചരണത്തിന് തുടക്കമായി. കണിമംഗലം SN ബോയ്സ് ഹൈസ്കൂളിലാണ് ഗാന്ധി ജയന്തി വാരാചരണത്തിന് തുടക്കം കുറിച്ചത്. തൃശൂർ ജില്ലാ സർവോദയ മണ്ഡലം നിവേദക് PS സുകുമാരൻ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KR രാജിക്ക് ഗാന്ധി പുസ്തകങ്ങൾ കൈമാറി. സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ, സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, മോഹൻ നാടോടി, ഗാന്ധി ദർശൻ സ്കൂൾ ഇൻചാർജ് ഷൈനി ജോസ്, സഖ്യാംഗങ്ങളായ PM ജോയൽ, KP അനന്തകൃഷ്ണൻ, KA ആദിദേവ്, നിമിത്ത്, അനുരൂപ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി സേവനവാരം, ഗാന്ധി പ്രശ്നോത്തരി മത്സരം, പോസ്റ്റർ രചന, പ്രസംഗം, ഗാന്ധി പുസ്തക വിതരണം, ഉപന്യാസം എന്നീ പരിപാടികൾ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നടക്കും. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കളുടെ പൊതുയോഗം സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിരുന്നു യോഗം. വരന്തരപ്പള്ളി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ TR രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പൊതുജനാരോഗ്യ നിയമങ്ങളും കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യവും എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രത്യേകം ബോധവൽക്കരണം നടത്തി.
സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രമാദേവി അധ്യക്ഷയായി. കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങൾ മികവുറ്റതാക്കാൻ വിവിധ വിഭാഗം അധ്യാപകർ രക്ഷിതാക്കൾക്ക് യോഗത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി. പേവിഷബാധ, മസ്തിഷ്ക രോഗങ്ങൾ, പോഷകാഹാരക്കുറവ് എന്നീ വിഷയങ്ങൾ അധ്യാപകർ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്തു. സ്കൂൾ മാനേജർ സഞ്ജയ് കെ നായർ, അധ്യാപകരായ എ അനൂജ, അമിത പ്രതാപ്, എൻ മിനി എന്നിവർ സംസാരിച്ചു. ചേറ്റുവ ജുമാ മസ്ജിദിൽ ആണ്ട്രാത്തീബും ദുആ മജ്ലിസും നടത്തി. മഹല്ല് അംഗങ്ങളായ നിരവധി പേരാണ് ആണ്ട്രാത്തീബിലും ദുആ മജ്ലിസിലും പങ്കെടുത്തത്. മഹല്ല് ഖത്തീബ് സലീം ഫൈസി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൾ റൌഫ് ബാക്കവി ആലത്തിയൂർ, മഹല്ല് പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ, സെക്രട്ടറി NM അബ്ദുൽ ജലീൽ, ദിക്ർ കമ്മിറ്റി ഭാരവാഹികളായ PM അബ്ദുൽ ജലാൽ, സുബാർ വലിയകത്ത്, RS ഷാഹിർ അലി എന്നിവർ മജ്ലിസിന് നേതൃത്വം നൽകി. രാവിലെ 8 മണി മുതൽ ഭക്ഷണ വിതരണവും നടന്നു. 1 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് കൈമാറി തിരിച്ചെത്തിയ OIOP മൂവ്മെന്റ് സംസ്ഥാന നേതാക്കൾക്ക് എടമുട്ടത്ത് സ്വീകരണം നൽകി. OIOP മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഇടമുട്ടം ശ്രീരാമചന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങ് സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ആൾക്കാർ അത് ചെറിയവനോ വലിയവനോ ഒന്നുമില്ല, പെൻഷൻ അനിവാര്യമാണ്. കാരണം ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ, ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് രാജൻ കാഞ്ഞിരക്കോട് സുഹൃത്തുക്കളുടെ, ഞങ്ങൾ പോകുമ്പോൾ പറഞ്ഞ വണ്ടിയിൽ സംസാരിച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മേടിക്കുന്ന ശമ്പളം വലിയ ശമ്പളം മേടിക്കുന്നത്. ആ ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവന് കൃത്യസമയത്ത് മാസാമാസം ശമ്പളം കിട്ടുന്നു. അത് കഴിഞ്ഞാൽ അവൻ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ശമ്പളത്തിൽ നിന്ന് വലിയ വ്യത്യാസം വരാത്ത പെൻഷൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ചോദ്യം, കരയുന്ന കുട്ടിക്ക് പാലുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. വളരെ വളരെ പഴക്കമുള്ള ഒരു പഴഞ്ചൊല്ലാണ്. നമ്മുടെ മനുഷ്യ വംശത്തോളം തന്നെ പഴക്കമുള്ളതാണ് കരയുന്ന കുട്ടിക്ക് പാലുള്ളതാണ്. അപ്പം നമ്മൾ ശബ്ദം ഉയർത്തിയാൽ നമുക്ക് എന്ത് കാര്യം നേരിടാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. OIOP മൂവ്മെന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് TK ഹാഷിം അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് NM ഷരീഫ് ആമുഖ പ്രഭാഷണം നടത്തി. ജോണി തോമസ്, MRC രാമചന്ദ്രൻ, നാസർ ബ്രൂണൈ, അപ്പച്ചൻ, സതീഷ് യാനി, ശ്രീരാമചന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരികളായ വത്സല, മോഹനൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ തറയിൽ, PL ജോസ്, വിൽസൺ P ജോൺ, അലക്സ് ജോസഫ്, ശശി, രഞ്ജിത്ത്, പ്രസന്ന, ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. വയോജന സമിതി ചെയർമാൻ ലാൽ കച്ചിലം അധ്യക്ഷനായി. സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, PK സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ PR സിദ്ധാർത്ഥ ശങ്കർ, PSP നസീർ, KH ഷാനവാസ്, PS ബിജോയ്, സിന്ധു പ്രസാദ്, KK തങ്കമണി, CV ദമയന്തി, വത്സല രവീന്ദ്രൻ, സന്ധ്യ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചിത്രകാരൻ SK അന്തിക്കാട്, ഭിന്നശേഷി കുട്ടികളുടെ ശരീര സൗന്ദര്യ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ അഫ്രീന ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചേറ്റുവ ഹാർബറിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. പഴുപ്പ് ബാധിച്ച് വ്രണം പൊട്ടിയൊലിക്കുന്ന രോഗാവസ്ഥയിലുള്ള നായ്ക്കളുടെ സാന്നിധ്യം കൂടുതൽ ആശങ്കയുണർത്തുന്നതാണ്. തൃശൂർ ജില്ലയിലെ പ്രധാന ഹാർബറാണ് ചേറ്റുവയിലേത്. ടൺ കണക്കിന് ഭക്ഷ്യയോഗ്യമായ മത്സ്യമാണ് ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നത്. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മത്സ്യത്തൊഴിലാളികളും ഉപജീവനമാർഗമായി കാണുന്ന പ്രധാന ഇടം. ഏറെ നാളുകളായി ചേറ്റുവ ഹാർബറിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് തെരുവ് നായ്ക്കളുടെ ശല്യം. കഴിഞ്ഞ കുറേ നാളുകളായി തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഹാർബറും പരിസര പ്രദേശവും. 50ഓളം തെരുവ് നായ്ക്കളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിനായി നായ്ക്കൾ ഹാർബറിൽ അലഞ്ഞു നടക്കുകയാണ്. പൂർണ്ണമായും ശുചിത്വമുള്ള കേന്ദ്രമായി സൂക്ഷിക്കേണ്ട ഹാർബറിൽ വലിയൊരു തൊഴിൽ പ്രതിസന്ധിക്കും തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം കാരണമാകുന്നതാണ്. ഇതിനിടെ തെരുവ് നായ്ക്കളിൽ ചിലതിന് രോഗബാധയും കണ്ടെത്തിയത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ശരീരത്തിൽ പഴുപ്പ് ബാധിച്ച് പുഴുവരിച്ച് പുറത്തുവരുന്ന നിലയിലുള്ള നായ്ക്കളും ഇക്കൂട്ടത്തിലുണ്ട്. രോഗാവസ്ഥയിലുള്ള ഇത്തരം തെരുവ് നായ്ക്കളടക്കം ഹാർബറിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. രോഗം ബാധിച്ച നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്ത് ചികിത്സ നൽകേണ്ടതുണ്ട്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പിനും നിരവധി തവണയാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് വരെ ഹാർബറിൽ പ്രവർത്തിക്കുന്നുണ്ട്.
പരാതി നൽകുന്നതിനേക്കാൾ ഉപരിയായി പ്രശ്നം നേരിട്ടറിയാവുന്ന അധികൃതർക്ക് തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരമുണ്ടാക്കുന്നതിൽ മെല്ലെപ്പോക്കാണെന്ന് ആരോപണവുമുണ്ട്. അതേസമയം തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള പരാതിയുമായി കഴിഞ്ഞ ദിവസം ഹാർബറിലെ തൊഴിലാളി കൂടിയായ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി EC പ്രജിത്ത് ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു. പ്രജിത്ത് നൽകിയ പരാതി സ്വീകരിച്ച ജില്ലാ കളക്ടർ ശനിയാഴ്ച ഇതിന്റെ പകർപ്പ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. പരാതിയിന്മേൽ നിയമാനുസൃതമായ തുടർ നടപടി സ്വീകരിച്ച് പരാതിക്കാരന് മറുപടി നൽകാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഇടപെട്ട സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാരൻ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,945 രൂപ, പവന് 87,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സോളാർ പാനൽ സമർപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സോളാർ പാനൽ സ്ഥാപിച്ചത്. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്ലാസ് 81 നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു. 5K റൺ സീസൺ 2 എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെയാണ് തളിക്കുളത്ത് കൂട്ടയോട്ടം സംഘടിപ്പിക്കുക. സർക്കാർ നയങ്ങൾ വ്യാപാരികൾക്ക് അനുകൂലമാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് യോഗം ആവശ്യപ്പെട്ടു. പാലക്കലിലായിരുന്നു യൂത്ത് വിംഗ് യോഗം നടന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.